ഹലോ, അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു യാത്രയിലാട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ വീട് കരുവാരക്കുണ്ട്, മലപ്പുറം കരുവാരക്കുണ്ട് കക്കറയാട്ടോ എൻ്റെ വീട്. അപ്പോൾ മണ്ണാർക്കാട് മുതൽ കരുവാരൻ്റെ വരെയുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളെയും കൂടി ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത് കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങളൊരു ഉച്ച സമയത്തൊക്കെ കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ കരിമ്പ് ജ്യൂസ് കുടിച്ചാലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. അയാൾ ജ്യൂസ് അടിച്ച് തരാം കേട്ടോ അയാൾ. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ടെന്നു, മറ്റേ ആ മെഷീൻ്റെ നല്ല സൗണ്ട് ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നെല്ലിക്കയും ഇതൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനോട് ഇങ്ങനെ ചോദിച്ചു, ഒന്ന് വാങ്ങട്ടെ ചോദിച്ചു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിട്ടോ. നെല്ലിക്ക എന്തോ വേണം, അത് നെല്ലിക്ക എനിക്ക് ഇഷ്ടപ്പെട്ടാ ഞാൻ ഇനി വേണോ? ഒന്ന് വേണ്ടേ? ഒന്ന് വേണ്ടേ? പൈനാപ്പിൾ വാങ്ങിയില്ലേ? അപ്പോൾ ഞങ്ങൾ നെല്ലിക്കും പൈനാപ്പിളൊക്കെ വാങ്ങി ഏട്ടൻ ക്യാഷൊക്കെ കൊടുത്തിട്ട് പോകാൻ റെഡി ആയിട്ടോ. ഞാൻ നെല്ലിക്കെടുത്താടി, നെല്ലിക്കെടുത്ത തുറക്ക് നെല്ലിക്കെടുത്ത. അമ്മയ്ക്കൊന്ന് താങ്ക് യു. അപ്പം എനിക്ക് കുറച്ച് ഫാൻസി സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലനല്ലൂരിൽ നിന്ന് ഞങ്ങളിത് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ അന്ന് കടയിൽ ഫുള്ള് ഇങ്ങനെ ഒതുക്കി വെക്കുന്ന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര തെരച്ചിലായിരുന്നു ഓരോ സാധനങ്ങൾ. അവൾക്ക് ഫാൻസി ഇത് കയറി എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് അവൾക്ക് തന്നെ അറിയില്ല, എല്ലാതും നോക്കും. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോന്നു കേട്ടോ. നെല്ലിക്കൊന്ന് ഛർദിച്ചിട്ടോ. അവർക്ക് എന്തോ പെട്ടെന്നൊരു ടൈഡ് പോലെയായി, പിന്നെ വെയ്യാണ്ടായി. ഓക്കെയോ? അയ്യോ ടവലില്ലല്ലോ. ടവൽ എന്ത് ചെയ്താ പോയി? ശരി പോട്ടെ. ഇതാണ് മിൻസിന് മേലേക്ക് പോകണം. അവിടേക്ക് അതെന്താ മിൻസ് മലയുടെ എന്താ പേര് പറയാ? ആ ഇത് വട്ടമല കേട്ടോ. വട്ടമല
വണ്ടികളൊക്കെ മുന്നിൽ വരുന്നുണ്ടോ. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. നല്ല ഭംഗിയാണ്. റബ്ബർത്തോട്ടാണെങ്കിലും കാണാൻ അടിപൊളി സ്ഥലം. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ആനയും പൂലിയൊക്കെ ഉണ്ട്. നമ്മളിതുവരെ കണ്ടിട്ടൊന്നുമില്ല. റബ്ബർ വെട്ടുന്നവരെ കണ്ടിട്ടുണ്ട്. ആരുമില്ല ഇവിടെ. കുറെ ഫോറസ്റ്റ് അല്ല, ഒക്കെ പ്രൈവറ്റ് സ്ഥലങ്ങൾ തന്നെയാണ്. ഒരു ഒഴിഞ്ഞ പ്രദേശം. ഭീകര ഇറക്കാട്ടോ. ഈ റൂട്ടിൽ വലിയ വാഹനങ്ങൾ വരാൻ കാരണം ഒന്ന് ഈ കയറ്റാണ്. കാരണം വണ്ടികൾ അങ്ങനെ കയറി പോയില്ലാണ്. നല്ല കയറി വരുന്നുണ്ടാവും. അത്യാവശ്യം നല്ല കയറ്റാണ്. നമ്മുടെ വണ്ടി തന്നെ ഒരു മിനിറ്റിന്റെ മുകളിൽ ഒരു മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ടാവും ഇപ്പൊ ഒന്ന് കയറാൻ. അത്ര ഒരു കയറ്റാണ്. മീറ്ററൊക്കെ തന്നെ താഴും പെട്രോളിന്റെ, സോറി ഡീസലിന്റെ. അമ്മാരി കയറ്റം. എയറിനൊക്കെ വ്യത്യാസം അറിയില്ല. കുറച്ച് താഴ്ചയുണ്ട്. ചെവിയൊക്കെ ആളുമ്പോൾ ചെറിയ വേദന പോലെ ഫീൽ. ചെവി അടയും ശരിക്കും. അപ്പൊ ഫീലിംഗ് ഇറങ്ങിട്ടോ. പക്ഷെ നല്ല ഇറക്കണ്ടായി. ഈ ഭാഗത്ത് കഴിഞ്ഞ വർഷത്തെ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായത് കേട്ടോ. ഒരു ലോറി മറിയെന്ന ചെയ്തൊരു മരം അത് റബ്ബർ പാലം. ഒരു വണ്ടി മറിഞ്ഞിട്ട് ഒരു മരിക്കുക ചെയ്ത കുണ്ടിക്ക് മറിഞ്ഞത്. ഇനി അങ്ങോട്ട് ജനവാസം ഏരിയ കേട്ടോ. പഴയ കോഴി ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ കുറെ ഫാമുകളാണ്. ഇവിടെ കുറെ ഫാമുകളുണ്ട്. അതിനൊക്കെ പറ്റിയ ഏരിയയാണ്. അടുത്തൊന്നും വീടുകളും ഇല്ല. ഒരു കുറച്ച് വിട്ടിട്ടാണ്. കണ്ടോ, കോഴി ഫാമിനൊക്കെ പറ്റിയ ഏരിയ. ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിട്ടോ. ഈ വഴിക്ക് ഇറങ്ങിയപ്പോൾ റോഡ് പണിയിട്ടാ. റോഡ് അടച്ചെന്ന് ഒന്നും ചേട്ടാ. അടച്ചെന്നു ഞങ്ങൾ തിരിച്ചു പോകേണ്ടി. ഇപ്പൊ അവിടെ റിവേഴ്സ് എടുക്ക. ഞങ്ങൾ ഏട്ടനെപ്പോഴും ഷോട്ടിന് ഇറങ്ങുന്ന ആളാട്ടോ. മല കാണുന്നോക്ക് മല. അപ്പോൾ അത് വീടിൻ്റെ അവിടെ എത്താനായിട്ട് ചെറിയൊരു വഴിയാണ്. അവിടെ വണ്ടികളൊക്കെ പോകുന്നതിനും കാറും വലിയ വണ്ടികളൊക്കെ ഏകദേശം പോവും. ചെറിയ വഴിയാണ്. അപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ തന്നെ ആയിട്ട് എൻ്റെ വീട്. അപ്പോൾ ഈ കാണുന്നത് രണ്ടാമത്തെ വീടാണ് എൻ്റെ വീട്. വീട്ടിൽ അച്ഛൻ ഉണ്ടാവും, അനിയത്തി ഉണ്ടാവും, അമ്മ ഉണ്ടാവും അറിയില്ല. അപ്പോൾ നമുക്ക് പോയേക്കാം. കയറ്റി നിർത്തുന്നുണ്ട് ഏട്ടാ. കയറ്റുന്നുണ്ടോ? ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ഇത് അഞ്ചിന് കൊണ്ട് കൊടുക്കണം കേട്ടോ. ഇതിന്റെ മണ്ണാണോ തേച്ചായ മണം. അഞ്ചിന് കൊടുക്കാൻ പോട്ടാ. മുട്ടായി കൊടുത്തിട്ട് കൊയങ്ങി. അയ്യോ, എവിടെ അഞ്ചൊന്നും ഇല്ലെന്നു കുഞ്ഞാവേ. കുളിക്കണുള്ളൂ. അഞ്ച് കുളിക്കുന്ന ടൈമാണ്. അഞ്ചിന്റെ ഫ്രണ്ട്സ് ഒക്കെ കാണണം. അവള് കുളിക്കുന്ന സമയാണിതിപ്പോ. ഉച്ചക്ക് 2 മണി.
മറ്റോടെ കുളിച്ച് ഉച്ചക്ക് ഭയങ്കര തൊഴുകലാട്ടോ. ഇത് ഉച്ചക്കല്ല ഇപ്പൊ ഇങ്ങനെ തൊഴുകണ് അല്ലേ കുഞ്ഞ? കുഞ്ഞമ്മ എവിടെ എത്തി? കുഞ്ഞമ്മ എവിടെ എത്തി? വണ്ടി ഇവിടെ നിർത്തിയിട്ടോ. അവള് ഛർദിച്ചു ഛർദിച്ചു സ്റ്റൈലാക്ക. കണ്ണിന്റെ മേലെന്താ കാണിച്ചെടുക്ക്? കണ്ണിന്റെ മേലെന്താ? കണ്ണടച്ച് കാണിച്ചെടുക്ക്. ഇത് കാണിച്ചാ വായോ എന്തിനാ എടുത്തു ഈ മറ്റുള്ള സ്ലൈം കാണാത്ത പോലെ നീ ഇതും കൂടിന് കളിക്കാൻ. അത് ഡ്രസ്സിലായ പോവില്ലട്ടോ. ഡ്രസ് മാറ്റി അത് കൈ കഴുകും. നീ ഇതെന്തൊക്കെ വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഇതെന്താ? പൊറാട്ട. നൈസില് പൊറാട്ടയും കൊടുത്തിട്ടുണ്ട് വെക്കാൻ മടിയായിട്ട്. ചിക്കൻ അവള് 2 കയ്യില് വാഴല്ലാന്നിട്ടോ. 2 കയ്യില് വാഴട്ടോ. നല്ല രസം, നല്ല സന്തോഷമാണ്. അപ്പൊ ആരെ കൊടുന്നാക്കിയത്? അത് ഓരോടെ കളിക്കണ്ടാവും. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ ചേച്ചി ചോദിച്ചു. അപ്പൊ എടുത്തിടുന്ന ചുക്കളെടുത്തു ചേട്ടന്. അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിട്ടോ. ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം നമുക്കൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെൻ്റെ വീടൊന്ന് കാണിക്കാം കേട്ടോ. ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ലോക്ക്ഡൗൺ സമയത്ത് കുഴിച്ചിട്ടാട്ടോ ഈ ചെടികളൊക്കെ വള്ളിയായിട്ട് വരുന്നത്. അപ്പോൾ ഇതങ്ങനെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ്. ഇങ്ങോട്ട് റോഡ് സൈഡാട്ടോ അവിടെ ഈ ഭാഗങ്ങൾ. മുന്നിൽ റോഡ് സൈഡാണ്. മുന്നിലും സൈഡിലൊക്കെ അപ്പോൾ അതവിടെ ഇങ്ങനെ TV റൂമാട്ടോ. TV അവിടെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും. ആ കട്ടിൽ അവിടെ ഇരുന്നിട്ട് TV കാണുന്നതായിരിക്കും കേട്ടോ പണി. പിന്നെ അതവിടെ കളിക്കുകയാണ്. അച്ഛനും ഏട്ടനപ്പം TV കണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വരവ് പെട്ടെന്നായതുകൊണ്ട് പൊറോട്ടയും ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. ഞാൻ 2 മണിയാണ് എത്തിയപ്പോൾ. നമ്മൾ വേറെ ഒന്നും നോക്കണില്ല. ഫുഡ് കഴിക്കലൂടെയാണ്. ഏട്ടൻ കഴിക്കട്ടോ ഏട്ടാ. പൊറോട്ടയും ചിക്കനാട്ടോ. അമ്മ ഇല്ലാത്തോണ്ട് പൊറോട്ടയൊക്കെ വാങ്ങിക്കൊടുന്നു. അച്ഛ കഴിച്ചോ? അച്ഛ ഞങ്ങൾ വന്നപ്പോഴേക്ക് കഴിച്ചിട്ടുണ്ട. എന്താ അച്ഛ? കുഞ്ഞാമേ വാ അച്ഛൻ്റെ അടുത്ത് ഇരിക്ക്. എല്ലാവർക്കും ഇരിക്കുക. ഇരിക്ക്. കുഞ്ഞാവ കഴിക്കായിരുന്നു. കുഞ്ഞാവയ്ക്ക് എത്ര പൊറോട്ട വേണമെന്ന് പോരെ? 5 കുളിച്ച് വരും. എന്താ 5? 1 മതി. പൊറാട്ടയും പപ്പടോ? അപ്പൊ ഞങ്ങൾ താഴെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. ഏട്ടന് അവിടെ ഇരുന്നു. അച്ഛൻ കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടനവിടെ മുകളിൽ നിന്ന് കഴിച്ചു. ഞങ്ങൾ 3 താഴെ ഇരുന്ന് കഴിക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനിരുന്നിട്ടോ കുറച്ച് നേരം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.